കോൺഗ്രസ് വിട്ട മുൻ എം.എൽ.എ. എ.വി. ഗോപിനാഥിനെ കണ്ട് പി.വി. അൻവർ ഇന്നലെ രാത്രി വീട്ടിലെത്തിയാണ് അൻവർ എ.വി. ഗോപിനാഥിനെ കണ്ടത്. യു.ഡി.എഫിനൊപ്പം പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പി.വി. അൻവറിന്റെ സംസാരത്തിൽ നിന്ന് ബോധ്യമായെന്ന് എ.വി. ഗോപിനാഥ് പറഞ്ഞു. നിഖിൽ പ്രമേഷ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, രണ്ടും കൽപ്പിച്ചാണ് പി.വി. അൻവർ എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അതിരാവിലെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വീട്ടിലെത്തി പാലക്കാട്ടെ മുൻ DCC പ്രസിഡന്റും MLA-യുമായിട്ടുള്ള എ.വി. ഗോപിനാഥിനെ നേരിൽ കാണുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തോട് പിന്തുണ തേടുകയായിരുന്നു പി.വി. അൻവർ. തനിക്കൊപ്പം നിൽക്കണമെന്നും നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ് എന്ന് എ.വി. ഗോപിനാഥിനോട് പി.വി. അൻവർ ആവശ്യപ്പെടുകയുമായിരുന്നു. അതിനർത്ഥം UDF-ലേക്ക് അടുത്ത കാലത്ത് തന്നെ, വളരെ വൈകാതെ തന്നെ പി.വി. അൻവർ പ്രവേശിക്കും. അപ്പോൾ തനിക്കൊപ്പം നിൽക്കണമെന്ന്, അപ്പോൾ UDF-നൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പി.വി. അൻവർ എന്നുള്ളതാണ് എ.വി. ഗോപിനാഥ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ UDF പാളയത്തിനൊപ്പം നിൽക്കാൻ എന്തായാലും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എ.വി. ഗോപിനാഥ് പി.വി. അൻവറിനെ അറിയിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വീട്ടിലെത്തി എ.വി. ഗോപിനാഥിനെ പി.വി. അൻവർ കണ്ടിട്ടുള്ളത്. ഒരു സൗഹൃദ സന്ദർശനം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് താൻ പാർട്ടി വിടാൻ തയ്യാറായതെന്നും ഏത് സാഹചര്യത്തിലാണ് തനിക്ക് പാർട്ടി വിടേണ്ടി വന്നതെന്നും അതുകൊണ്ട് തന്നെ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആളുകളാണ് തങ്ങളെന്ന് എ.വി. ഗോപിനാഥിനെ ബോധ്യപ്പെടുത്തി. ഒരു നിമിഷം നിഖിൽ, ഇപ്പോൾ ശ്രീ എ.വി. ഗോപിനാഥ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എ.വി. ഗോപിനാഥ്, പി.വി. അൻവർ താങ്കളെ കണ്ടു എന്നറിയുന്നു. എന്താണ് താങ്കളോട് അദ്ദേഹം സംസാരിച്ചത്? അല്ല, അദ്ദേഹം രാവിലെ 6 മണിക്ക് വന്നിരുന്നു എൻ്റെ അടുത്ത്. ആന്റണി പനിയും സുഖമൊക്കെ ആയിരിക്കും. അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹം കൂടി 10 മിനിറ്റ് സംസാരിച്ചു. കൂടുതലും സംസാരിച്ചത് രാഷ്ട്രീയ കാര്യങ്ങളെ കൂടി, വ്യക്തിപരമായ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു. എന്താണ് ഈ ബംഗാളിലെ പാർട്ടിയായിട്ട് യോജിച്ച് ധാരണയായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പഴയ മാറി നിൽക്കുന്ന എല്ലാവരും, എല്ലാ പാർട്ടിയുള്ളവരും ഒന്നിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് പ്രയാസമുണ്ട്, വ്യക്തിപരമായ ബന്ധങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈ സഹകരിച്ചു പോകാനുള്ള കാര്യം എനിക്ക് ഉദ്ദേശമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ചിതറിക്കിടക്കുന്നവർ ഒരുമിപ്പിക്കുമെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് താങ്കളോട് യോജിച്ച് നിൽക്കണമെന്ന് പറയാൻ വന്നതാണല്ലേ? എനിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് എനിക്കറിയില്ല. നമ്മൾ യോജിക്കണം, നമുക്ക് നല്ല സമയം വരും, നല്ല പ്രവർത്തനം മാറി നിൽക്കുന്ന അവരൊക്കെ യോജിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തെ കുറിച്ച് രാഷ്ട്രീയത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ നിലവിൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണെങ്കിലും കോൺഗ്രസ്സുകാരനാണ്. ഇനി എന്നെ ആർക്കും പുറത്താക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കില്ല. UDF-ന് പിന്തുണ നൽകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. UDF-ലേക്ക് ഭാവിയിൽ പോകാൻ തന്നെയാണ് പി.വി. അൻവറിന്റെ നീക്കമെന്ന് അദ്ദേഹം പറയുന്ന UDF-ന് ന്യായമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ശക്തരാകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ശക്തരാകുന്നതിൽ സന്തോഷമുണ്ട്. ആ ശക്തിയിൽ ഞാനൊരു കക്ഷിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി, നന്ദി ശ്രീ എ.വി. ഗോപിനാഥ്. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഒപ്പം നിൽക്കണമെന്ന് പറയാനാണ് പി.വി. അൻവർ വന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി.